വരെ എല്ലാവർക്കും ഒരു പുതിയ സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സെൻസ് ആപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് ആപ്പാണ്. ഓക്കെ, നല്ല രീതിക്ക് ഹെഡ് ഷോട്ടൊക്കെ നിങ്ങളുടെ മൊബൈലിനനുസരിച്ചിട്ടുള്ള ഹെഡ് ഷോട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ DPI ഫയർ ബട്ടൺ സൈസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ആപ്പ് കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഒരു 200 ലൈക്കാണ്. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ റോഡ് ടു 100K ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിം പ്ലേ, ഈ ഒരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ പെയ്ഡ് സെൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നതാണ്. അപ്പോൾ പെയ്ഡ് സെൻസ് ഞാനൊരു ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിനകത്ത് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കെന്തായാലും സെൻസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, സെൻസ് എന്താണ്, അതുപോലെ പെയ്ഡ് സെൻസ് യൂസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സെൻസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു വീഡിയോക്കകത്ത് അതിനെക്കുറിച്ചൊരു കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു പെയ്ഡ് സെൻസ് ഉടനെ നമ്മളൊരു അടിപൊളി പാക്ക് ഗിവ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വേസ്റ്റ് ചെയ്യാൻ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. റിജഡിക്റ്റ് പറഞ്ഞിട്ടാണ് ആപ്പിൻ്റെ പേര് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, റിജഡിക്റ്റ് മൊബൈൽ സെൻസി FFX ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിലുണ്ട്. ഇപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ആ ഗിയർ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആഡ് വരും നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ്. ആ ഒരു ആഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു സെൻസിയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഈ ഒരു സെൻസ് നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. എൻ്റെ ഇപ്പോൾ 192, 172, 174, അതുപോലെ 144 അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് 5-6 ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. ആ ഓപ്ഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. FPS കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ നിർബന്ധമില്ല. ഓക്കെ, ബാക്കിയെല്ലാം എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് വരുന്നതായിരിക്കും. അതുപോലെ ആഡൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഫുള്ള് ബ്രസീലിലാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തന്നെ ഫയർ ബട്ടൺ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് മേലെ ഒരു ഗെയിം ബൂസ്റ്റർ പറഞ്ഞൊരു ബൂസ്റ്റർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ റോക്കറ്റ് വിളിച്ച സാധനം വരും. അതൊന്ന് ഒപ്റ്റിമൈസ് ആവും. ഫസ്റ്റ് നിങ്ങളുടെ ഫോണൊന്ന് ക്ലിയർ ക്യാച്ച് ചെയ്യും. അതിനുശേഷം ഫോണിനൊന്ന് ക്ലിയർ ആവും. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇങ്ങനെ ഒരു വന്നിട്ട് ബൂസ്റ്റ് പറഞ്ഞ് എനേബിൾ പറഞ്ഞ് കാണിക്കും. അതിനുശേഷം ക്യാച്ച് ആ ക്ലിയർ പറഞ്ഞ് കാണിക്കും. ഇത്രയും കാണിച്ച ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബാക്ക് ആയില്ലെങ്കിൽ ജസ്റ്റ് സെൻറ്ററിനകത്ത് 2 ടാപ്പ് ചെയ്തതിന് ശേഷം ഗെയിം ഓപ്പൺ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോ നമ്മൾ റെഡിങ് കോഡിനെ കുറിച്ചായിരിക്കും വീഡിയോ ഇടുന്നത്. ഫ്രീ ആയിട്ട് റെഡിങ് കോഡ് കിട്ടുന്ന ആപ്സിനെ കുറിച്ചൊക്കെ, അതിനെക്കുറിച്ച് കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പേര് എന്താ വേണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റം ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ഇൻ്റർനാഷണൽ സെർവറാണ് ഇപ്പോൾ അക്കൗണ്ട് ഓൺ ആയി വന്നിരിക്കും. ഓക്കെ, ലോഗിൻ ആയിരിക്കണേ. നമ്മൾ ജസ്റ്റ് ട്രെയിനിങ് ഗ്രൗണ്ടിനകത്ത് കയറുന്നുണ്ട്. ട്രെയിനിങ് ഗ്രൗണ്ടിനകത്ത് കയറിയിട്ട് ശേഷം നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത സെൻസി, ഓക്കെ, ആ സ്ക്രീൻഷോട്ട് എടുത്ത സെൻസി നമ്മളിപ്പോൾ ഇതിനകത്ത് അടിച്ച് കയറ്റിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, സെൻസിറ്റിവിറ്റി എടുക്കുക. ഫസ്റ്റ് 192, ഓക്കെ, 192, അതുപോലെ തന്നെ 174 അല്ലല്ലോ 172 ആണ്. ഓക്കെ, 172 ആണ്. 172 വെക്കുക. അതിനുശേഷം ഇത് 174 ആക്കുക. പിന്നെ 144, 1, 2, ഓക്കെ, 150, ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വരുന്ന സെൻസ് അത് ഫുള്ളാക്കി ഇടുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് DPI ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫയർ ബട്ടണിൻ്റെ സൈസ് ഞാൻ എൻ്റെ മാറ്റിയിട്ടില്ല. ഓക്കെ, അത് കാരണം എനിക്കിപ്പോൾ അത്യാവശ്യം തലയുടെ മേലോട്ട് പോയിട്ട് റീകോയിൽ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കയറുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു DPI വെച്ചിട്ട് ഈ ഒരു ഫയർ ബട്ടൺ സൈസ് വെച്ചിട്ട് ഇപ്പോൾ കളിച്ചൊരു പ്രാക്ടീസായി വന്നത് ഈ ഒരു സെറ്റിങ്സ്. ഓക്കെ, ഞാൻ ചെറിയ ബട്ടൺസ് വെച്ചിട്ട് പ്രാക്ടീസ് ആക്കി വന്നു. അതുകൊണ്ടിപ്പോൾ അത് മാറ്റാൻ വയ്യാമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഹെഡ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്പ് ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്തിട്ട് കയറുക. ആദ്യം വരുന്ന ഒരു 3 സെൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.